من رام دركي في اشتياق نبينا فقد رام أمرا مستحالا محرما فمن അപ്പോൾ ഏതെങ്കിലും ഒരാൾ റാമ ഉദ്ദേശിച്ചു ദർക്കി ഞാൻ എത്തിയിടത്ത് എത്തണമെന്ന് ഫിഷ്ടിയാഖ് നബീന നമ്മുടെ നബിയോടുള്ള പ്രേമാധിക്യത്തിൽ ഞാൻ എവിടെയാണോ എത്തിയത് അവിടെ എത്തണമെന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഫഖദ് റാമ അംറൻ മുസ്തഹാലൻ മുഹറമാ ഫഖദ് റാമ തീർച്ചയായും അവൻ റാമ ഉദ്ദേശിച്ചിട്ടുള്ളത് അംറൻ മുസ്തഹാലൻ അസംഭവ്യമായ ഒരു കാര്യത്തെയാണ്. മനസ്സിലായില്ലേ? ഫഖദ് റാമ അംറൻ മുസ്തഹാലൻ മുഹറമാ. മുഹറമൻ മുസ്തഹാലൻ എന്നതിന്റെ മറ്റൊരു വകഭേദമാണ് അവിടെ മുഹറമൻ, ഒരിക്കലും നടക്കാത്ത. അത് നടക്കൂല നിങ്ങൾ വിചാരിച്ചൊരു കാര്യമില്ല. ഫഖദ് റാമ അംറൻ മുസ്തഹാലൻ മുഹറമാ. ഇങ്ങനെയത്തമക്കപ്പമൻ ഏതൊരാൾ റാമ ഉദ്ദേശിച്ചു ദർക്കി എന്നോട് മത്സരിക്കാൻ ഫിഷ്ടിയാഖ് നബിയിന നമ്മുടെ നബിയെ കുറിച്ച് ഞാൻ പ്രേമിച്ചെത്തിച്ചേർന്ന സ്ഥലത്തേക്ക് എന്നോട് മത്സരിച്ച് കയറാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നോളി. യഥാർത്ഥ പ്രശംസക്കാരൻ നബിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാവില്ല. ശരീഅത്ത് പാലിക്കുന്നതിൽ ഒരു വിഷമം ഉണ്ടാവില്ല. നമ്മൾ മൗലൂദ് ഓതുന്നു, ഹറാമും ചെയ്യുന്നു. എന്തുകൊണ്ട്? നമ്മൾ മൗലൂദിലെത്തി. എന്തിലെത്തിയിട്ടില്ല? നബിയിലെത്തിയില്ല. നബിയിലെത്തിയ ആളോ എല്ലാം ചെയ്യും. എന്തൊക്കെ പറയും? അൽ നബിയെ പ്രശംസിക്കും. ഉള്ള സമയം മുഴുവൻ അയാൾ എന്തിൽ ചെലവഴിക്കും? നബി. പിന്നെ ഓട്ടോമാറ്റിക്കലി ദീനിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അയാൾ. എന്തുകൊണ്ട്? അയാൾ നബിയിലെത്തിയ ആളാണ്. നബിയിലെത്തിയ ആൾക്ക് ശരിയാത്ത് പാലിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? നമ്മൾ നബിയിലെത്തിയിട്ടില്ല. മനസ്സിലാണോ പറഞ്ഞത്? ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കലിൻ്റെ ഒരു ഭാഗമാണ് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ. അതേസമയത്തും അഹ്ലു ബൈത്തിനെ സ്നേഹിക്കും. ആരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായി ഒരു ഭാഗം ഒട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ. ഒരു ഭാഗമാണ് എന്ത്? അള്ളാഹു റസൂലിനെ സ്നേഹിക്കലിൻ്റെ ഒരു ഭാഗമാണ് എന്ത്? അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ. അതേസമയത്തും ശരിയായിട്ട് പാലിക്കേയില്ല. അപ്പോൾ എന്താണ്? ഈ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നത് തന്നെ വേറെ ലക്ഷ്യത്തിനുണ്ടായിരിക്കും. മുന്നടുത്ത് അവിടെ തെരഞ്ഞെടുപ്പ് മെമ്പറാകണം, അല്ലെങ്കിൽ സംഘടനയിൽ ഒരു സ്ഥാനം കിട്ടണം. ഒരാളെ ഏറ്റവും മുന്നിൽ നിൽക്കണം. അപ്പം ഓല അനുസരിച്ച് പറഞ്ഞാലും അല്ലേ സംഘടനയിൽ സ്ഥാനം കിട്ടുള്ളൂ. അങ്ങനത്തെ കാലമാണപ്പോൾ. അതേ സമയത്ത് ഒരാൾ നബിയിലെത്തിയാൽ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുകയും ചെയ്യും, നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. ചിലപ്പോൾ അഹ്ലു ബൈത്ത് നിയമം എതിരായാലോ അപ്പോൾ ദൂരത്തിന് സ്നേഹിക്കും, അടുത്തു പോകില്ല. എന്തുകൊണ്ട്? അതിനേക്കാൾ വലുത് ശരിയത്താണ്. സ്നേഹിച്ച് കുടുങ്ങിപ്പോയവരുണ്ട്. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. ഓലങ്ങനെ ചെയ്യല്ലേ? ഒരു ദീനിൽ മാനദണ്ഡല്ലേ? അഹ്ലു ബൈത്ത് അങ്ങനെ ദീനിൽ മാനദണ്ഡം. ദീനിൽ മാനദണ്ഡം ശരിയാത്താണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം, അടുത്തു പോയി സ്നേഹിക്കണ്ടില്ലല്ലോ, അതൊന്നും സ്നേഹിക്കണം. അവരൊരാൾ പ്രശംസിക്കുകയാണെങ്കിൽ വിമർശിക്കുകയാണെങ്കിൽ അതിനെ സമ്മതിക്കാതിരിക്കുക, പോലത്തെ കാര്യങ്ങൾ ചെയ്യുക. അതേസമയത്ത് അവരെ പിൻപറ്റൂല. എന്തുകൊണ്ട്? അവരിൽ എന്ത് കാണുന്നില്ല? ശരീരത്തെ കാണുന്നുണ്ടെങ്കിലോ ഒട്ടിനെ നിൽക്കും. കാരണം എന്തുകൊണ്ട്? ഒരു അഹ്ലു ബൈത്തുമാണ്, അവരിൽ എന്തുണ്ട്? ശരീരത്തുണ്ട്. അതൊന്നും അല്ലാതെ ശരിയാത്ത് പാലിക്കാത്ത അഹ്ലു ബൈത്തിന്റെ പിന്നാലെ നടക്കാന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രം. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. തല കൊടുത്തിട്ട് ചിന്തിക്കണം. ഇന്ന് മലബാറിലെ മുസ്ലിങ്ങളിൽ വലിയൊരു ശതമാനത്തിൻ്റെയും അഹ്ലു ബൈത്തിന്റെ സ്നേഹം അല്ലാഹു റസൂലിനുള്ള സ്നേഹമേ അല്ല. അതങ്ങനെ പറയാൻ പറ്റുകയുമില്ല. അല്ലാഹു റസൂലിനോട് അവർക്കൊരു സ്നേഹവും ഇല്ല. അവർക്ക് ലക്ഷ്യം ഇവിടെ എന്താണ്? ലീഗും കോൺഗ്രസും നന്നാക്കുക, തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, പോലത്തെ കാര്യങ്ങൾ മാത്രമാണ്. അത്തരം കാര്യങ്ങളിൽ മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. അത് അവരെ ഭൗതികതയാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് അതേ സമയത്ത് ഇവരുദ്ദേശിച്ച മെമ്പറും അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പച്ച ചീത്ത പറയും. ആരെ? അഹ്ലു ബൈത്തിനെ. അങ്ങനത്തെ ഇഷ്ടംപോലെ ആളുകൾ ഈ കഴിഞ്ഞ ആയുസിനെ നമ്മളെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടു. അപ്പോൾ അവർക്ക് അഹ്ലു ബൈത്തിനെ സ്നേഹമല്ല. തെറ്റിയ തോന്നിയാസം പള്ള നിറച്ച് വിളിച്ചു പറയും. അവരെ സെൽഫിഷുകളാണ്. അവരെ സ്നേഹിച്ചിട്ടുള്ളൂ. നിങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇടങ്ങാറാകരുത്. ഞാനീ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇടങ്ങാറാകരുത്. എനിക്കിടങ്ങാറില്ല, നിങ്ങൾ ഇടങ്ങാറാണ്. എല്ലാവരും ചിന്തിക്കണം. നമ്മൾ ഈ കാട്ടിക്കൂട്ടിയാൽ എത്ര കാലം നമ്മൾ ഈ കാട്ടിക്കൂട്ടും? ഈ കണ്ട ആളുകളൊക്കെ തൃപ്തിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? നമ്മൾ ഈ ജീവിതകാലത്ത് കുറച്ച് സ്ഥാനവും മാനവും
പൈസയും കാര്യമൊക്കെ കിട്ടിയിരിക്കും. ഇതിന് അടിയിറങ്ങിയാൽ എന്ത് പൈസ, എന്ത് സ്ഥാനമാനം. അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ രണ്ട് കാര്യം ഇപ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്തു. ഒന്ന് മൗലിദ് തോന്നുന്നു, പക്ഷെ ശരീരത്തിൽ പാലിക്കുന്നേ ഇല്ല. അവൻ ആരെ സ്നേഹിച്ചിട്ടില്ല? സുൽത്താനെ സ്നേഹിച്ചിട്ടില്ല. അവൻ്റെ കതിർസ്ഥിതായത്തിൽ അവൻ ശരീരത്ത് പാലിക്കും. എന്നാൽ ശരീരത്ത് പാലിച്ചാൽ മാത്രം മതിയാകുമോ? ഇല്ല. എന്തുകൊണ്ട്? ഒരാളെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായില്ല? ചിന്തിക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാൾ സച്ചിൻ തെണ്ടുൽക്കറെ പ്രേമിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ പോലെ ഒരു കുപ്പായിട്ട് എന്ത് അത് എൻ്റെ ഇങ്ങനെ ഈ കുപ്പായൻ്റെ എങ്ങനെ ആയത്? ഞാൻ തെണ്ടുൽക്കർ ആളാണ്. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കുപ്പായടിൽ മാത്രമല്ല, ഭയങ്കര ആളാണ്, അങ്ങനെ ആളാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെ ആളാണ്, എൻ്റെ അഭിമാനം ഉയർത്തിയ ആളാണ്, മറ്റൊരാൾ മറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിനി ശരി തെറ്റുകൾ പറയല്ല, ഈ രണ്ട് കാര്യം ചെയ്യും. തെണ്ടുൽക്കറെ പോലെ കുപ്പായിടും പാൻറ്റിടും, പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യും. വെറും പറയലും മതിയാവില്ല, വെറും കുപ്പായിടലും മതിയാവില്ല. ഇത് രണ്ടും ഒപ്പിച്ചുകൊണ്ടോണം. പറയൽ എന്ന് പറഞ്ഞാൽ മൗലൂദാണ്, അതേസമയത്ത് അവരെ തുടരുക എന്നത് ശരിയാത്തുമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ഇതൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾക്ക് തോന്നിയ മാതിരി ആയാൽ പറ്റൂല. കണ്ടവരെ മുഴുവനും പ്രശംസിക്കാൻ കുറച്ച് ആളുകൾ വേറെ നടക്കുന്നുണ്ട്. ഒരു കണ്ടവരൊക്കെ പ്രശംസിക്കും. ഒരു നബി പ്രശംസിക്കും, കുറച്ച് ഞാൻ ദുനിയാവിലെ ഏറ്റവും വലിയ പലിശക്കാരനെയും പ്രശംസിക്കും. എന്തേ? ഒരു മജ്‌ലിസിൽ അവർ നബിയെ പ്രശംസിക്കും. അവിടുത്തെ കയ്യടി കിട്ടാനും പൈസ കിട്ടാനും അതായിരിക്കും നല്ലത്. കുറച്ച് കഴിഞ്ഞാൽ പലിശക്കാരനെ പ്രശംസിക്കും, അയാളെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടാൻ അതാണ് നല്ലത്. ഒരു കിട്ടാൻ നടക്കുന്ന പോലെയാണ് ഓരങ്ങൾ കണക്കാക്കുന്നത്. എന്നൊക്കെ പറഞ്ഞു. ഒരു പേരിട്ടിട്ട് കുറേ ആളുകളെ പിന്നാലെ നടന്നൊരു കാര്യമല്ല. ഓരോരുത്തർക്കും ഓരോ പേരുണ്ടല്ലോ, അതിനെ പിന്നാലെ നടക്കുക. അതൊന്നുമല്ല ദീന്. ദീനാണ് ശരി തന്നെയാണ്, അത് പാലിക്കുക തന്നെ വേണം. പലിശ വാങ്ങാൻ പാടില്ല, അപ്പോൾ പലിശക്കാരനെ പ്രശംസിക്കാൻ പാടില്ല. ഓൻ വലിയ പൈസക്കാരനാണ്, ആയിക്കോട്ടെ. ഓനാരും പൈസക്കാരൻ, ഓനാരും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ്. നിങ്ങളിപ്പോൾ ഈ പ്രശംസിച്ച് നടക്കുന്ന വ്യക്തിക്ക് ഇന്ന് രാവിലെ കക്കൂസ് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് നടക്കുമോ? ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായ ബിൽഗേറ്റ്സുമായി ഇങ്ങൾക്ക് 9 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ജനീവയിൽ എത്തിച്ചേർന്നു, കാലിഫോർണിയയിലെത്തി, ഭയങ്കര ചർച്ച. 9 മണിക്ക് നിങ്ങൾ ബിസിനസ് പോയതാണ്. അങ്ങനെ 8:30 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഓഫീസിലേക്ക് ടെലിഗ്രാം വന്നു, നിങ്ങൾ താമസിക്കുന്ന ഇന്ന് മുതലാളിക്ക് ഔട്ട് ഓഫ് റേഞ്ചാണ്. എന്തേ? മുതലാളി ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. എന്തേ? മൂപ്പർക്ക് രാവിലത്തെ സ്റ്റേഷൻ പിടിച്ചിട്ടില്ല. മൂപ്പർ കക്കൂസിൻ്റെ മേലെ കുറേ പോലെ പോയി കനം വെച്ചിരുന്നു എന്നല്ലാതെ എന്തുണ്ടായില്ല. ആ ബാക്കിലെ ദ്വാരത്തിലൂടെ ഇന്നത്തെ ബേസ്റ്റ് പോകാൻ പടച്ചും തീരുമാനിച്ചില്ല. അതുകൊണ്ട് മൂപ്പർക്ക് ഇന്നത്തെ മീറ്റിംഗ് നടക്കൂല. മനസ്സിലായോ? അങ്ങനെ ഉച്ചയായപ്പോഴത്തേനാണ് മൂപ്പരുടെ കക്കൂസിൽ പോക്ക് നടന്നത്. പിന്നെ ഞങ്ങൾക്ക് നടക്കൂല, കാരണം മൂപ്പർക്ക് 1 മണിക്ക് മൂപ്പർ വേറെ കാനഡയിലെ വേറൊരു ടീമിനാണ് കൊടുത്തിട്ടുള്ളത്. 2 മണിക്ക് വേറെ ടീമാണ്. നിങ്ങളത് പോക്ക് പോയി. നിങ്ങൾ മൂപ്പര് ബിസിനസ് മീറ്റിംഗ് നടന്നില്ല, തിരിച്ചു. മനസ്സിലായോ? പിന്നെ എന്ത്, നിങ്ങളല്ലേ ബിൽഗേറ്റ്സിനെ കാണാൻ പോയി. പക്ഷേ മൂപ്പർക്ക് അന്ന് ഔട്ട് ഓഫ് സ്റ്റേഷൻ. എൻ്റെ ഔട്ട് ഓഫ് സ്റ്റേഷൻ മൂപ്പർക്ക് കക്കൂസ് പോക്ക് നടക്കാത്തത് കൊണ്ട് എൻ്റെ കാലിഫോർണിയയിലേക്കുള്ള യാത്ര പൈസ വർദ്ധിയായി. ഈ ജാതി ആളുകളെ പ്രശംസിച്ച് നടന്നത് എന്താ കാര്യം? ഹയ്യല്ലായ മൂത്തായ റബ്ബിനെ പ്രശംസിക്കുക. ഒരു മുതലാളിയെയും മുതലിൻ്റെ പേരിൽ പ്രശംസിക്കേണ്ടതേ ഇല്ല. ഒരാളെ പ്രശംസിക്കണ്ട. അതിന് വലിയ ആളെ പ്രശംസിക്കുക. അവൻ ആരാണ്? അവൻ അല്ലാഹുവാണ്. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ വഖ്തി വസാഅത്തി സറഫ്തുലിക്രിഹി. അപ്പോൾ വഖ്തി, എൻ്റെ വഖ്ത് എന്നാൽ ഒരാളുടെ വഖ്ത് ഉംറുഹു, അവൻ്റെ ആയുസ്സാണ്. വസാഅത്തി, എൻ്റെ സകല മണിക്കൂറുകളും സറഫ്തു, ഞാൻ ചെലവഴിച്ചത് ലിക്രിഹി, നബിയെ പറയാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എൻ്റെ ഖൽബ് നിറഞ്ഞു നിൽക്കുകയാണ്. ആര്? സ്വലാത്തായിട്ടും ഞാൻ പറഞ്ഞു, മദ്ഹായിട്ടും പറഞ്ഞു, മിൻഹു, നബിയെക്കുറിച്ച്. അത് സിറുത്തു, അങ്ങനെ ഞാൻ ആയിത്തീർന്നു ജൈലമൻ, ഒരു ചന്ദ്രനെ പോലെയായി. ജൈലം എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രൻ. ഞാൻ ചന്ദ്രനെ പോലെയായി എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞത്? ചന്ദ്രനെ പോലെയായി എന്ന് പറയാൻ കാരണം എന്താ?
ഈ തശ്ബീഹിൻ്റെ ഒരു അടിസ്ഥാനം എന്താ? ഒന്നും ഉറങ്ങിയിട്ടില്ല ചന്ദ്രൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്ത്? തുടക്കത്തിൽ പറഞ്ഞല്ലോ എന്ത്? أساجيل فيه البرق ليلي وجيرتي نيام وجفني كالمدني بمغرما. ഞാൻ പൂർണ്ണചന്ദ്രൻ രാത്രിയിൽ ഉറക്കൊഴിവാക്കി, സെഹ്റാനായി ഞാൻ ഉറക്കൊഴിവാക്കി. മുൻഷീരൻ ഞാൻ പാട്ടുപാടിക്കൊണ്ടേയിരുന്നു. തുടക്കവും ഒടുക്കവും മനോഹരമായ ഒരാളെ പറ്റിയേ പറഞ്ഞുകൊണ്ട് അത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടില്ല. അടുത്ത വരി മാടപ്രാവുകളോട് ആ സന്ദർഭത്തിൽ ആ ലൈലത്തുമ്മിൽ ഞാൻ പാടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ലൈലിയെ ആ രാത്രിയിൽ ഞാൻ മാടപ്രാവുകളോട് പാടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉജീറത്തി എൻ്റെ അയൽക്കാരാകട്ടെ നിയാമുൻ ഉറങ്ങുകയായിരുന്നു. ഉജഫിനി എൻ്റെ കൺതടം കൽമദാനിബി ഒരു മനസ്സിൽ വെള്ളത്തടാകം പോലെയുണ്ട്. മഹറമൻ അതായത് കുത്തി ഒലിക്കുന്ന വെള്ളത്തടാകം പോലെയുണ്ടായി എൻ്റെ കണ്ണടം. മഹറമൻ പ്രേമാധിക്യത്താൽ, അതായത് നബിയെ പറ്റി പറഞ്ഞുകൊണ്ട് ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ചന്ദ്രനെ പോലെയായി. ചന്ദ്രൻ ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല. മനസ്സിലായില്ല? അതാണ് അവിടെ ജയിലം എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ ജയിലമിൻ്റെ തശ്ബീഹിന് വേറൊരു ഒരു വാക്കും കൂടി ന്യായമായി പറഞ്ഞു. എന്ത്? ചന്ദ്രൻ ആരെ തുടരും? സൂര്യനെ തുടർന്നു. ഞാൻ ലോകത്തെ ഏറ്റവും വലിയ സൂര്യനായ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ചന്ദ്രന് വെളിച്ചം കിട്ടിയത് സൂര്യനിൽ നിന്നാണെങ്കിൽ എനിക്ക് വെളിച്ചം കിട്ടിയത് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്നാണ്. പിന്നെ മനസ്സിലായില്ലേ? ഒക്കെ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ ഓടാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. പിന്നെ فمن رام دركي في اشتياق نبينا فقد رام أمرا مستحالا محرما كمن رام مسك البدر يوما بأسبوعي ومن رام عود اللمس يوما وأيضما. ഫമൻ അപ്പോൾ ഏതെങ്കിലും ഒരാൾ റാമ ഉദ്ദേശിച്ചു, ദർക്കി എന്നെ എത്തിക്കാൻ, എൻ്റെ സ്ഥാനത്തെത്താൻ, ഫിഷ്തിയാഖ് നബിയിന നമ്മുടെ നബിയോടുള്ള പ്രേമാധിക്യത്തിൽ ഞാൻ എത്താൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ഫഖദ് റാമ അവൻ തീർച്ചയായും ഉദ്ദേശിച്ചത് അംറൻ മുസ്തഹലൻ ഒരു അസംഭവ്യമായ കാര്യത്തെയാണ്. മുഹറമൻ ഒരിക്കലും നടക്കാത്ത. ഞാൻ നബിയെ പറ്റി എത്തിയ പ്രേമത്തിൻ്റെ അളവിലെത്തിയെടുത്ത് എത്താൻ ഈ ഭൂമിയിൽ ഇനി ഒരാൾക്ക് കഴിയില്ല. സത്യം എന്താണ്? അത്രയും വലിയ മഹാൻ പറഞ്ഞ കളവാകും. ഒരിക്കലും എത്താൻ കഴിയില്ല. എനിക്കല്ലാതെ തുറന്നതാണ്. ഇനി ഒരാൾക്ക് അങ്ങനെ കൊടുക്കെത്താൻ കഴിയില്ല. ഒന്നിരിക്കലും എൻ്റെ സമാനിൽ ഒരാൾക്കെത്താൻ കഴിയില്ല. ഇനി ഖിയാമത്ത് നാളെയും വരെ എത്താൻ കഴിയില്ല. അങ്ങനെയും വെക്കാം. അപ്പോൾ മഹ്ദി ഇമാം ഈസാ നബി ഒക്കെ അല്ലേ ഈ ലിസ്റ്റിൽ നിന്ന് വേറെ ലിസ്റ്റിലേക്ക് സാധാരണക്കാരായ പണ്ഡിതന്മാരായ ആരും ഔലിയാക്കൾ അങ്ങനെയുള്ള ആളുകൾ. മനസ്സിലായില്ലേ? ഒരു നിയമം ബാധകമില്ലാത്ത ആളാണ് മഹ്ദി ഇമാമും ഈസാ നബിയും. അവർക്ക് ഒരു നിയമം ബാധകമില്ല, വേറെ കാറ്റഗറിയാണ്. ഞാൻ അവരിതിൽ പെടുമെന്ന് അത് ഉൾക്കൊട്ട് അറിയില്ല. നമുക്കറിയുന്നത് പറയാം. ഫമൻ അപ്പോൾ ഒരാൾ, ഞാൻ അത്രയും വലിയ, ഞാൻ ചന്ദ്രനെ പോയി പറഞ്ഞ് ആരെപ്പറ്റി പറഞ്ഞു? സല്ലാനെ പറ്റി പറഞ്ഞു. ഫമൻ അപ്പോൾ ഒരാൾ റാമ ഉദ്ദേശിച്ചു, ദർക്കി ഞാൻ എത്തിയിടത്തെത്താൻ. ഏത് വിഷയത്തിൽ? നബീന നമ്മുടെ നബിയെ അതിരറ്റ് പ്രേമിക്കുന്ന കാര്യത്തിൽ ഞാൻ എത്തിയിടത്തെത്താൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ഫഖദ് റാമ തീർച്ചയായും അവൻ ഉദ്ദേശിച്ചത് അംറൻ മുസ്തഹലൻ ഒരു അസംഭവ്യമായ കാര്യത്തെയാണ്. മുഹറമൻ ഒരു ഹറാമാക്കപ്പെട്ട, അവിടെ ഹറാമിനർത്ഥം അസംഭവ്യമാണ്. ഒരിക്കലും ആ കാര്യം നടക്കൂല, നടക്കുന്നില്ല. ഞാൻ എത്തിയിടത്തെത്തി നടക്കൂല, ആർക്കും നടക്കൂല എന്ന് അത്ര വലിയ സ്ഥാനത്തെത്തിയ ആളാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞ 3300 ചില്ലാൻ ബെയ്ത്താണത്. ആ ബെയ്ത്തിൻ്റെ ഒക്കെ കനമെന്ന് പറഞ്ഞ കനം തന്നെയാണ്. ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ നന്മകൾക്ക് കയ്യും കണക്കുകയില്ല. ആലോചിക്കുക, കുറേ നന്മകളാ ചെയ്തു കൂട്ടിയത്. 1975 മരിക്കുന്നത്.
1911 ജനിച്ചു എൻ്റെ ഓർമ്മ, ഞാൻ ഓർമ്മ എടുത്ത് പറയാം. 1975 മരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി റളിയല്ലാഹു അൻഹു. ചില നുത്ഫകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ പ്രത്യേകതകൾ തരും. അവർ ആയുസ് മുഴുവനായിരിക്കും. അവർക്കൊരു പന്തളിയോ ക്രിക്കറ്റോ ഒന്നും പൂതിണ്ടാവില്ല, അവർക്കൊരു മൊബൈലിൽ മാത്രം ഒന്നും പൂതിണ്ടാവില്ല, അവർക്ക് ആവുമ്പോൾ അവരെ ചിന്ത അതിലായിരിക്കും. അങ്ങനത്തെ വേറൊരു സൈസ് മണ്ണാണ്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഇപ്പം നല്ല വയൽ കേട്ട് കുറച്ചൊക്കെ ഈ കൊലത്ത് ആ വയലിൽ ഒരാഴ്ച നിർത്തിയാൽ തിരിച്ചു നേരം അങ്ങനെ ആവും. അല്ല, നമ്മളിപ്പോൾ നന്നായി എന്ന് പറയണമെങ്കിൽ, നമ്മളിപ്പോൾ നന്നായി, നല്ല ആളാണ്, നന്നായിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ, നമ്മൾ നന്നായി എന്ന് പറയണമെങ്കിൽ ശ്രദ്ധിക്കണേ, നമ്മൾ നന്നായി എന്ന് പറയണമെങ്കിൽ നമ്മൾ കുറേ വയലിട്ട് ബുക്ക് വായിച്ച് വയലിട്ട് കിതാബ് നോക്കി വയലിട്ട് ഇങ്ങനെ ഒരാഴ്ച വയലിൽ മുടങ്ങിയാലോ നമ്മളവസ്ഥ മുടങ്ങും. എന്നാൽ ചില നുഫൂസുകൾ ഉണ്ട്, ആ നുഫൂസുകൾക്ക് അല്ലാഹുവിനും റസൂലും അല്ലാതെ ഒരു ദിക്റും വയറ്റിലും ഇല്ല, ഭൂമിയിലും ഇല്ല. ഉമ്മാന്റെ വയറ്റിലും ഒരു വേറൊരു കാര്യം ആലോചിക്കില്ല, അല്ലാഹുവിനും റസൂലും മാത്രമേ ഇരിക്കൂ. അങ്ങനെയാണ്. അടിമാതുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അല്ലാഹുടെ ഏകൽക്ക് തരേ മുളിൻഡോറ് സുവർക്കം എനിക്കും എൻ ബയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാലേ റംഗാൻ ഞാനെന്നോറ്. അടിമ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അല്ലാഹുടെ ഏകൽക്കാട്ടാരെ മുളിൻഡോർ സുവർക്കം എനിക്കും എൻ ബയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം. ഞാൻ ആര് പറഞ്ഞു? ഷെയ്ഖ് റിഫായി, അഹ്മദുൽ കബീർ റിഫായി. അതായത് ഗർഭപാത്രത്തിൽ പോയിട്ട് മലക്ക് പറഞ്ഞു ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഗർഭത്തിലുള്ള കുട്ടി പറഞ്ഞു എനിക്ക് ഇറങ്ങണമെങ്കിൽ സ്വർഗം തരണം, ഉറപ്പാണെങ്കിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഇറങ്ങൂല. എനിക്ക് പോലെ റിഫായി തരീക്കത്തിൽ കുട്ടികൾക്കൊക്കെ സ്വർഗം എന്നാലേ ഇറങ്ങുള്ളൂ. എവിടുന്ന് പറഞ്ഞു? മറ്റെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതിപ്പം നിഷേധിക്കാം. സുന്നിയൊക്കെ പറ്റില്ല, സമസ്ത സുന്നിയൊക്കെ പറ്റില്ല. വേറെ ചില സുന്നികളൊക്കെ ഉണ്ടാവും, സുന്നിയാണ് പല സൈസ്. സമസ്ത സുന്നിയൊക്കെ പറ്റില്ല. കാരണം ഇത് നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത എന്ന് അതിൻ്റെ അടിത്തറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പറ്റൂല, അത് കുറച്ച് ഓവറാണെന്ന് പറയാമെന്ന് ഇപ്പോൾ പൂതിയുണ്ട്. ഇനി നടക്കൂല. കാരണം ഇതിനു വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്, അതിൻ്റെ അടിയാധാരത്തിൽ എഴുതിച്ചത്. മനസ്സിലാണല്ലോ പറഞ്ഞത്? അപ്പോൾ മനസ്സിലായില്ലേ? ബാബ മുതുകുന്ന കുത്തുബായി വന്നോളൂ. അങ്ങനെയൊന്നും ആവില്ല, ഇനി പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? മുഹിദ്ദിമാലക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത എന്ന് അടിയാധാരത്തിൽ എഴുതിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ എന്നെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ മഹാന്മാരായ ഉലമാക്കൾ സംശയിക്കുന്നു അറിയില്ല, എന്നെപ്പോലത്തെ വിവരദോഷികളായ പ്രഭാഷകന്മാർ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതൊക്കെ കുറച്ച് ഓവറാണ് എങ്കിൽ സമസ്തയിൽ നിന്ന് ഇറങ്ങി പുറത്തു പോകും. അല്ല, പറ്റില്ല. എന്തുകൊണ്ട്? ഇനി അടിയാധാരത്തിൽ എങ്ങനെ എഴുതിച്ചിട്ടുണ്ട്? ഇനി അത് ഓവറാന്ന് പറയാൻ പറ്റില്ല. ഇതിവിടെ പറയാനുള്ള കാരണം എന്താ? അതായത് ചില മനസ്സിലായി, ബാബ മുതുകുന്ന കുത്തുബായി വന്നവർ, ബാബ മുതുകുന്ന കുത്തുബായി വന്നവർ എന്ന് പറഞ്ഞാൽ ബാപ്പാൻ്റെ മുതുകിൽ ആയിരിക്കുമ്പോൾ തന്നെ കുത്തുബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക അച്ചുതണ്ടിനാണ് കുത്തുബ് പറയാം. മനസ്സിലാണല്ലോ പറഞ്ഞത്? അത് ലോകത്തെ ദിക്റിൻ്റെ അച്ചുതണ്ട് ഈ അബ്ദാണ്. ആ അബ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ദിക്റിൻ്റെ കേന്ദ്രമാണ്. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അള്ളാൻ്റെ ദിക്ർ മാത്രമേ ഈ അബ്ദിലുള്ളൂ. എവിടുന്നുള്ളൂ? ബാബാൻ്റെ മുതുകിലുള്ളൂ. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا. മനസ്സിലായില്ലേ? ചിന്തിക്കി. എന്ത്? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് പറഞ്ഞു? ഇനി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അബ്ദാണ് എന്ന് പറഞ്ഞു, മദ്രസയിലാക്കിയിരുന്നു എന്ന് പറഞ്ഞു. ജനിച്ച അന്ന് പറഞ്ഞു ഇനി അബ്ദുല്ലാ അതാനിയൽ കിതാബ്, പഠിച്ചോ എനിക്ക് കിതാബ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ എനിക്ക് കിതാബ് കിട്ടുന്ന വിവരമുണ്ട്.
ജനിച്ച ഉടനെ തന്നെ പറഞ്ഞല്ലോ ജിബ്രീൽ വന്നു. ഇല്ല, മനസ്സിലായോ? അപ്പോൾ ഗർഭത്തിലിരിക്കുമ്പോൾ എനിക്ക് കിതാബ് ഉണ്ടാവുന്ന ആർക്കറിയും? ഈസാ നബിക്കറിയും. പ്രസവിച്ച ഉടനല്ലേ. മനസ്സിലായില്ലേ? മാകാന അബൂക്കി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുക്കി ബഗയ്യാ. എന്താണ് മറിയമോ ഈ കാണിച്ചത്? നിന്റെ ഉമ്മ വേശ്യല്ല, നിന്റെ ബാപ്പ മോശപ്പെട്ട ഒരു വ്യക്തിയുമല്ല. എന്നിട്ട് എന്താണ് മറിയമോ ഈ കാട്ടിക്കൂട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ മറിയം ബീവി തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ഇഷാർത്താക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യാ. ഒരു തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനോട് എങ്ങനെ വർത്താനം പറയാണ് മറിയം? ഈ എന്താ ഈ പറയുന്നത്? ഖാല, അപ്പോൾ തൊട്ടിൽ കിടക്കുന്ന അന്ന് ജനിച്ച കുട്ടി പറഞ്ഞു, എന്ത്? ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. ഇന്ന അല്ലാഹു തആല നബിയാക്കിയിട്ടുണ്ട്. അതെവിടുന്ന് അറിയും? പറ, നിർവാത്തുനിന്ന് അറിയും. വജഅലനി മുബാറക്കൻ, ഞാൻ എവിടെ പോയാലും ബർക്കത്താണ്. മനസ്സിലായില്ലേ? പറഞ്ഞു ജെയിംസ് എന്നുള്ള ഒരു വൃക്ഷമുണ്ട്, എന്നൊരു വൃക്ഷമുണ്ട്. എവിടെയെന്നറിയോ? എന്നൊരു വൃക്ഷമുണ്ട് അരിഹ പട്ടണത്തിൽ. അരിഹ പട്ടണത്തിലേക്ക് വഅദ് പറയാൻ വേണ്ടി പോയി സയ്യിദുനാ ഈസ. ജനങ്ങളെ നേർമാർഗത്തിൽ നയിക്കാൻ വേണ്ടിയിട്ട് വഅദ് പറയാൻ വേണ്ടി പോയി സയ്യിദുനാ ഈസ. അരിഹ പട്ടണത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അരിഹ പട്ടണത്തിൽ ഒരു മരമുണ്ട്. പ്രധാനപ്പെട്ട വിശ്വാസപ്രകാരവും ചരിത്രപ്രകാരവും 2000 കൊല്ലമായിട്ടും ആ മരം അങ്ങനെ നിൽക്കുക. എന്താ സംഭവിച്ചത്? ആ നാട്ടിലേക്ക് വഅദ് പറയാൻ വേണ്ടി പോയി സയ്യിദുനാ ഈസ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കവേ സക്കായൂസ് ഓടി വന്നു. സക്കായൂസ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആൾ, നാട്ടുമൂപ്പൻ. കാന കസീർ അൽ ഖാമത്തി, അയാളൊരു കുള്ളനായിരുന്നു. ജനങ്ങളോട് കൂടിയപ്പോൾ അയാൾക്ക് ഈസാ നബിയെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈസാ നബി അയാളെ പിടിച്ചിട്ട് ഈ മരത്തിൻ്റെ കൊമ്പിൽ എടുത്തുവെച്ചു. സക്കായൂസ് മരത്തിൻ്റെ കൊമ്പിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ കേട്ട്. മനസ്സിലായില്ല? ആ നാട്ടിലെ വാലിയായിരുന്നു, ആ നാട്ടിലെ പ്രധാനപ്പെട്ട അരിഹ പട്ടണത്തിലെ അക്കാലത്തെ പ്രധാനപ്പെട്ട ആളാണ് സക്കായൂസ്. സക്കായൂസ് വയലിന് പാഞ്ഞു വന്നപ്പോഴത്തേനും ജനം കൂടി. അപ്പോൾ ഇയാളാകട്ടെ എന്ത് ഒരു കസീറുൽ ഖാമത്താണ്, അത്ര ഒരു വലിപ്പുള്ള ആളല്ല. ഇയാൾക്ക് വയലിന് കേൾക്കാൻ കഴിയില്ല. അപ്പം ഇയാളെ പിടിച്ച് എവിടെ എത്തി? മരത്തിൻ്റെ കൊമ്പിലേക്ക് കയറ്റിയിരുത്തി. വലിയൊരു ആളുമാണ്, ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുമാണ്. ആ മരം 2000 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഇതാണ് ചരിത്ര വിശ്വാസം. കാരണം വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു, ഞാൻ എവിടെ ചെന്നാലും ബർക്കത്താണ്. ഞാൻ ആ മരത്തുമെന്ന് പിടിച്ചു, ഞാൻ മരത്തുമെന്ന് തൊട്ടാൽ മതി. ആ രാത്രി സക്കായൂസിന്റെ വീട്ടിലേക്ക് വിരുന്ന് പോയി സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. അപ്പോൾ നാട്ടുകാർ പെറുപെറുക്കാൻ തുടങ്ങി. വലിയ മൂല്യരാണ്, വലിയ വേദനൊക്കെയാണ്. പക്ഷെങ്കിൽ ഈ നാട്ടിലെ കഞ്ചൂസ് വാല, സബ്സേ ബഡാ കഞ്ചൂസ് വാല ആയ, ആ നാട്ടിലെ ഏറ്റവും വലിയ ലുബ്ധനാണ് ആര്? സക്കായൂസ്. 10 പൈസ മനുഷ്യൻ കൊടുക്കില്ല. ആജാതി കഞ്ചൂസ് വാലയാണ് സക്കായൂസ്. സക്കായൂസിന്റെ വീട്ടിലേക്കാണല്ലോ മൊലാന്റെ പരിക്കാണല്ലോ വിരുന്നായത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വീട്ടിൽ കയറുന്നതോടുകൂടെ സക്കായൂസിനെ മനസ്സ് മാറി. അയാൾ പാതിരാത്രി സക്കായൂസിന് ഈസാ നബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ സമ്പത്തിൻ്റെ പകുതിയും ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു, അങ്ങ് ദാനം ചെയ്യുക. ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ 90% സക്കായൂസിൻ്റെതാണ്. സക്കായൂസിൻ്റെ സമ്പത്തിൻ്റെ പകുതിയും ആരേൽപ്പിച്ചു? ഈസാ നബി ആ പ്രഭാതത്തിൽ ആ അരിഹ പട്ടണവാസികൾക്ക് മുഴുവൻ സമ്പത്ത് വിതരണം ചെയ്തു. നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ പുരുകുറിപ്പ് മാറിയത് മനസ്സിലായില്ല. അപ്പോൾ ഈസാ നബി ആ വീട്ടിലാണ് കയറിയതോടുകൂടെ അയാളുടെ മനസ്സ് മാറി. ഇതൊക്കെ അല്ലാഹു തആല ചില മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന മാത്രമാണ്. നമ്മൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ ഇത് തന്നെ വിഷയത്തിലേക്ക് തിരിച്ചു വരും. فمن رام دركي في اشتياق نبينا فقد رام امرا مستحالا محرما. ഫമൻ, അപ്പോൾ ഏതെങ്കിലും ഒരാൾ റാമ ഉദ്ദേശിച്ചു, ദർക്കി ഞാൻ എത്തിയിടത്ത് എത്തണമെന്ന്. ഇഷ്തിയാഖ് നബീന, നമ്മുടെ നബിയോടുള്ള പ്രേമാധിക്യത്തിൽ ഞാൻ എവിടെയാണോ എത്തിയത് അവിടെ എത്തണമെന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഫഖദ് റാമ അംറൻ മുസ്തഹാലൻ മുഹറമാ. ഫഖദ് റാമ, തീർച്ചയായും അവൻ റാമ ഉദ്ദേശിച്ചിട്ടുള്ളത് അംറൻ മുസ്തഹാലൻ, അസംഭവ്യമായ ഒരു കാര്യത്തെയാണ്. മനസ്സിലായില്ലേ? ഫഖദ് റാമ അംറൻ മുസ്തഹാലൻ മുഹറമാ. മുഹറമൻ, മുസ്തഹാലൻ എന്നതിൻ്റെ മറ്റൊരു വകഭേദമാണ് അവിടെ മുഹറമൻ, ഒരിക്കലും നടക്കാത്ത. അത് നടക്കൂല, നിങ്ങൾ വിചാരിച്ചൊരു കാര്യമില്ല.
ഫഖദ് റാമ അംറൻ മുസ്തഹാലൻ മുഹറമാ. ഇങ്ങനെ അർത്ഥം വെക്കപ്പമൻ ഏതൊരാൾ റാമ ഉദ്ദേശിച്ചു ദർക്കി എന്നോട് മത്സരിക്കാൻ നബിയീന നമ്മുടെ നബിയെ കുറിച്ച് ഞാൻ പ്രേമിച്ചെത്തിച്ചേർന്ന സ്ഥലത്തേക്ക് എന്നോട് മത്സരിച്ച് കയറാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നോളി. ഫഖദ് റാമ അംറൻ മുസ്തഹാലൻ അസംഭവ്യമായ കാര്യമാണ് ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് നടക്കൂല, ഞാനവിടുത്തെ. അതൊക്കെ എന്താണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാൽ അങ്ങനെ പറയാലോ. ചില എത്തി എന്ന് പറഞ്ഞാൽ അതൊരു ഫഖറായി തോന്നുന്നു. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിടയിൽ ഞാനെന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ അമേരിക്കൻ, കാനഡയും സ്വിറ്റ്സർലാൻഡും ഒക്കെ ഞാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് പറയാം? വെറുതെ തള്ളുകൂടല്ലേ അറിയാം. അതേ സമയത്ത് ഞാൻ അവിടെ എത്തിച്ചേർന്നിട്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്തു. എന്ത്? ഞാൻ ഇപ്പോൾ കാലിഫോർണിയയിലാണ് എന്ന് പറഞ്ഞാൽ അത് പൗറാണ്, പൗറാക്കി പറയാം. പക്ഷെ അതേ സമയത്ത് എന്താണ് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ ഇപ്പോൾ കാലിഫോർണിയയിലാണ്, ഇന്നലെ ഞാൻ കാനഡയിലിരുന്നു, നാളെ ഞാൻ ജനീവയിൽ പോകും, അങ്ങനെ പറയാം. അതെന്തിനു പറയാം? ഒരു പൗരപത്രാസി എന്ന നിലക്കല്ല, നീ പൗരപത്രാസ് നിലക്കും പറയാ ചില കാര്യങ്ങൾ. എന്തിന്? അള്ളാഹിൻ്റെ മഹത്വം. ഒരു കാര്യത്തിൽ ഒരാൾ പൂണ്ടിറങ്ങിയാൽ അള്ളാഹു അവൻ അനുഗ്രഹം ചെയ്യും എന്നതിനുള്ള തെളിവായിട്ടും പറയാം. ഇജ്ജ് പൂണ്ടിറങ്ങിക്കോ, ഇജ്ജ് എത്തും, എത്തുന്നിടത്തെത്തും. ഞാൻ എത്തിയോട്ടെത്തും വിചാരിക്കും വേണ്ട, എനിക്ക് സമയം കുറെ കഴിഞ്ഞു പോയി, നോക്കിക്കോ. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ചിന്തിക്കും. ഒരിക്കലും SSLC പഠിച്ച് പിന്നെ ഭയങ്കര മാർക്ക് വാങ്ങി, പിന്നെ അങ്ങനെ പോയി ഏതോ മേഘാലയയിൽ കലക്ടർ, മണിപ്പൂര്, മേഘാലയ, സിക്കിം, ഇവിടെയൊക്കെ കലക്ടർ, വലിയ ആള്, ഒരാള്. അന്ന് ഇയാളപ്പം പഠിച്ചിട്ട് എന്ത് ചെയ്തു? SSLC തോറ്റ ഒരാളുണ്ട്. അപ്പൊ SSLC തോറ്റ ഒരാൾ രണ്ടാമട്ടം വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള SSLC എഴുതാന്നുള്ളത് കലക്ടർക്ക് വിളിച്ചു. അല്ല അവറാനെ, ഞാനിങ്ങനെ എന്തുണ്ട് ഈ കൊല്ലം SLC എഴുതിയിട്ട് തുടർ പഠനം നടത്തണം എന്ന് പൂതിണ്ട്. അപ്പൊ പറഞ്ഞു എന്ത്? ഇറങ്ങിക്കോ. പക്ഷെ കലക്ടറായിട്ട് എന്നൊക്കെ മരിച്ചോന്ന് വിചാരിക്കണ്ട, അതിന് നേരത്തെ കാലത്ത് നോക്കണം. ഐശ്യം കുറച്ച് ആളുകൾ അങ്ങാടി കുതിരവിട്ട സമയത്ത് ഞാൻ കഷ്ടപ്പെടുന്നു. പഠിച്ചോ, പഠിക്കണ കാലം. പക്ഷെ ഞാൻ എത്തിയോട്ടെത്തുന്ന വിചാരിക്കണമെങ്കിൽ അത് നടക്കൂല, അവർക്ക് എത്തൂല. എന്തുകൊണ്ട്? ഞാനിന് കുറച്ച് പണിയെടുത്തിട്ടുണ്ട് എന്ന്. ഇതൊക്കെ അത് വെറും വർത്താനല്ല, അങ്ങനെയാണല്ലോ. ചില പൗര പറഞ്ഞെടുത്ത് പൗര എന്നെ പറയാണ്ട് എൻ്റെ ഉമ്മ എനിക്ക് പുലിക്കുട്ടീൻ തന്നെയാണ് പേരെന്നിട്ടത് എന്ന് പറയാം. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? വിനയത്തിൽ വർത്തമാനം പറയണ്ടേ? ചില അഹങ്കാരവും വിനയമായിരിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ചില അഹങ്കാരങ്ങൾ. ഒരാളൊരു ആലിമ, സാലിഹായ ഒരു ആലിമിനെ തല്ലാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നിൽക്കുന്ന നാടൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ ഞാൻ കൊടുക്കും. അഹങ്കാരം. മനസ്സിലായില്ല? എന്താ വെച്ചാൽ ആലിമ്യങ്ങളെ തല്ലാൻ നടക്കും, സാലിഹ്യങ്ങളായ ആലിമ്യങ്ങളെയും സീതന്മാരെയൊക്കെ തല്ലാൻ നടക്കും. നിങ്ങളെ ഞാൻ കുറച്ച് ഇവിടുന്ന് കിട്ടുള്ളൂ. അത് അഹങ്കാരമാണോ? പറയടോ, അഹങ്കാരമാണോ? അല്ല, അവൻ അവിടെ ഒതുങ്ങണമെങ്കിൽ അത് പറഞ്ഞേ മതിയാവും. മനസ്സിലാവേണ്ട പറഞ്ഞത്. ചില വാക്കുകൾ അഹങ്കാരമാണെങ്കിലും പ്രത്യക്ഷത്തിൽ തോന്നാം, പക്ഷെ അത് അടിസ്ഥാന ആവശ്യം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അതൊക്കെ എന്താണ് ഇതിൻ്റെ? അള്ളാഹുവിൻ്റെ നിഅമത്തിനെ വെളിപ്പെടുത്തുക. അധ്വാനിക്കുന്നവർ മനുസരിച്ച് അധ്വാനിച്ചോളി. അധ്വാനിച്ച ഒരാളെ അള്ള വൃത്തിയാക്കൂല. ഞാൻ അധ്വാനിച്ചു, അള്ള എന്നെ വൃത്തിയാക്കിയിട്ടില്ല. നിങ്ങൾ അധ്വാനിച്ചോളി, നിങ്ങൾ എത്തുന്നിടത്തെത്തും. മനസ്സിലായില്ലേ? പണിയെടുത്താൽ എത്തും. പക്ഷെ എവിടെ പണിയെടുക്കുക? ഞാൻ എൻ്റെ വഖത്തും സഹായത്തും സറഫ്തുൽ ദിക്രി, നബിയുടെ ദിക്റിന് വേണ്ടിയാണ് ചെലവഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്തെത്തിയത്. സ്വലാത്തായിട്ടും മദ്ഹായിട്ടും. അപ്പോൾ അവിടേക്കാണ് എത്തി. നമ്മൾ 10 സ്വലാത്ത് മര്യാദക്ക് ചെല്ലൂല. ചെല്ലും എന്തിന്? വിസ കിട്ടാൻ. വിസ കിട്ടും, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ വിസയും കിട്ടും. നമ്മൾ 90% ജനങ്ങളും ചൊല്ലുന്നത് വിസക്ക്. വിസക്ക് മകളെ കെട്ടിക്കാൻ കടം തീരാനുള്ള സ്ഥലത്ത് ഉസ്താദേ
കടന്നീരാണ് സ്ഥലത്ത്. ഉസ്താദിനെ കടം കൊണ്ട് കുടുങ്ങി നിൽക്കുമ്പോഴാണ് ഉസ്താദിനോട് ചോദിക്കുന്നത്, ഉസ്താദെ കടന്നീരാണ് സ്ഥലത്ത്. മനസ്സിലായില്ലേ? കടം തീരൂലേ? കടം തീർന്നേക്കാം. ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു തങ്ങൾ എന്താ പറയുക, ബഹുമാനപ്പെട്ട ദലായിലുൽ ഖൈറാത്ത് എഴുതാനുള്ള കാരണം അതിൻ്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ, ഒരു നാട്ടിലെത്തിയപ്പോൾ ഒതുക്കെ വെള്ളം കിട്ടിയില്ല. അങ്ങനെ കിണറിൻ്റെ അരികിലെത്തി. കിണറിലരികിപ്പോൾ എത്തിയപ്പോൾ കിണറിൽ നിന്ന് കോരാൻ തൊട്ടിയുമില്ല. അപ്പോൾ തൊട്ടി അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. അടുത്തൊരു വീട്ടിലേക്ക് വിളിച്ചു വെച്ചു, തൊട്ടി ഉണ്ടെങ്കിൽ തരും. അപ്പോൾ ഒരു കുട്ടി ഇറങ്ങി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ വലിയൊരു ആലിമല്ല, നിങ്ങൾ വലിയൊരു ആളല്ലേ, നിങ്ങൾക്ക് അതിന് വെള്ളം മുക്കാൻ എങ്ങനെ തൊട്ടി? എന്തിനാ തൊട്ടി? വലിയ ആളാണ് ഇമാം ജസൂൽ തങ്ങൾ, വലിയ ആളാണ്. മനസ്സിലായില്ലേ? വലിയ ആളാണ്, വലിയ ആളാണ്. നിങ്ങൾക്ക് എന്തിനാ തൊട്ടി? എന്താ അങ്ങനെ തൊട്ടിയില്ലാതെ ഇങ്ങനെ വെള്ളം മുക്കുക? അപ്പോൾ ഈ കിണറ്റിൻ്റെ കരയിൽ വന്നിരുന്ന് ആ കുട്ടി സ്വലാത്തില്ലാൻ തുടങ്ങി. ഫർത്തഫൽമാവും, അപ്പോൾ വെള്ളം സ്വയം പൊങ്ങി. മുതിർത്തു. അത് എവിടുന്ന് കുട്ടിയാണ്? ഞങ്ങൾ പണ്ട് അങ്ങനെയാണ്. ഞങ്ങൾ വല്യമ്മൻ്റെ കാലം മുതലേ ഞങ്ങൾ തൊട്ടിയൊന്നും ഉപയോഗിക്കില്ല, ഞങ്ങൾ സ്വലാത്തില്ല. അപ്പോൾ വെള്ളം സ്വയം പൊങ്ങി വരും, ഞങ്ങൾ കോരും, ഞങ്ങൾക്ക് വെള്ളം തൊട്ടിൻ്റെ ആവശ്യമില്ല. ആരോട് പറഞ്ഞു? ഒരു നാടൻ പെൺകുട്ടി പറഞ്ഞു. ആരോട്? ലോകം കണ്ടൊരു ആലിമുൽ അല്ലാമയോട് പറഞ്ഞു. അതോടുകൂടെ മനുഷ്യൻ്റെ അവസ്ഥ മാറി. അദ്ദേഹം പിന്നെ ആയുസ് മുഴുവനും റസൂലുള്ളാഹി സ്വലാത്ത് നിലവിളിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ കിതാബാണ് എന്ത്? ദലായിലുൽ ഖൈറാത്ത്. അപ്പോൾ കിണറ്റിന് വെള്ളം മുക്കാൻ സ്വലാത്ത് മതിയാവും. അതെവിടെ? വെറും സ്വലാത്ത് മതിയാവൂല, നബിയിൽ ലയിക്കണം. നബിയിൽ ലയിച്ചാൽ അതിന് ഇത് കിട്ടും. അല്ലാതെ കിണറ്റിന്, മനസ്സിലായില്ലേ? കിണറ്റിൽ നിന്ന് വെള്ളം മുക്കാൻ വേണ്ടി സ്വലാത്തില്ല, കിണറ്റിന് വെള്ളം മുക്കൂലേ? അത് കിണറ്റിന് വെള്ളം മുക്കാൻ പറ്റും, പക്ഷെ പാലം കിടക്കാൻ പിന്നെ വേറെ സ്വലാത്ത് പഠിക്കേണ്ടി വരും. ഒരു നാട്ടിലെത്തിയപ്പോൾ അവിടെ പാലം പൊളിഞ്ഞു വയ്ക്കണം, അക്കരെ പോകുമ്പോൾ. അപ്പോൾ പിന്നെയോ ഞാൻ വേറെ സ്ഥലത്ത് കൊടുക്കേണ്ടി വരും. പാലം സ്ഥലത്ത് എന്താണെന്ന് എഴുതി ചോദിക്കേണ്ടി വരും. നബിയിൽ ലയിച്ചു പോയ ആൾക്ക് പാലം പിന്നെ കുലുങ്ങാനോ മറ്റോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും നബിയെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം